നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുന്ന നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ വീഡിയോ ആണ് നമ്മൾ എടുക്കാൻ പോണേ കേട്ടോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ടീച്ചറെ, നമുക്ക് കിട്ടിയ ആനുകൂല്യം, മുഖ്യമന്ത്രിയുടെ ആനുകൂല്യം വളരെ സന്തോഷമാണോ? സന്തോഷം. നിങ്ങൾക്ക് എങ്ങനെയാ ഫ്രീ ആയിട്ട് പോകാൻ സന്തോഷമുണ്ടോ? സന്തോഷല്ലേ? കിടക്കട്ടെ. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ യാത്രയിൽ തൃപ്തികരല്ലേ? സ്ഥിരമായിട്ട് നിങ്ങൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്യാൻ താല്പര്യം? പിന്നെ സ്ത്രീകൾക്ക് മുൻഗണനകളെ പോലെ പുരുഷന്മാർക്ക് താല്പര്യമുണ്ടോ ഇങ്ങനെ ഫ്രീ ആയിട്ട് പോകാൻ? സ്ത്രീയും പുരുഷനും വെവ്വേറെ ഘടകങ്ങളല്ലല്ലോ. സ്ത്രീയും പുരുഷനും വെവ്വേറെ ഘടകങ്ങളല്ലല്ലോ. എങ്ങനെയുണ്ട് നമ്മുടെ ഈ യാത്ര? സൂപ്പറല്ലേ? സന്തോഷല്ലേ? ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യം തൃപ്തിയല്ലേ? എന്നും ഈ യാത്രയിൽ സജീവമായിട്ട് പങ്കെടുക്കാൻ തയ്യാറല്ലേ? ഓക്കെ, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് ഉണ്ടായിരിക്കണേ. ആസക്കുട്ടി കാണാറില്ലല്ലോ ഈ മുത്തിനെ. പിന്നെ തൃപ്തിയല്ലേ? നമ്മുടെ മന്ത്രി നമുക്കിങ്ങനെ സ്ത്രീകൾക്ക് ഒരുക്കി തന്ന ഈ യാത്ര വളരെ ഹാപ്പി ആയിട്ടല്ലേ? നമ്മുടെ അതിരപ്പള്ളിക്ക് പോണ ബസ്സാണ്. ഈ ബസ്സിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല, 9:25-ൻ്റെ ബസ്സിന്. പക്ഷെ ഇപ്പോൾ ഈ ബസ്സിൽ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ ഒരു കണ്ടക്ടർ ഉണ്ടോ, വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ആള്. സന്തോഷമല്ലേ? എനിക്ക് സന്തോഷം ഉണ്ടാവാ. നമ്മളെ രാജു കണ്ടക്ടർ ഉണ്ടോ, വളരെ ഹാപ്പി ആയിട്ടാണ് എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കണേ. ഇതിൽ ഇത്രയും ആൾക്കാർ ഉണ്ടാവാറുണ്ടോ രാജു? ആൾക്കാർ കുറവാണ് ഇപ്പോൾ. സമൃദ്ധി ഇപ്പോൾ ആൾ കൂടിയിട്ടുണ്ട്. വളരെ സന്തോഷമല്ലേ? സന്തോഷം തന്നെ. പിന്നെ സ്ഥിരമായിട്ട് പോകേണ്ടതുണ്ട്, ഇവരൊക്കെ ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ യാത്രയിൽ വളരെ സന്തോഷമായിട്ടല്ലേ നിങ്ങളൊക്കെ പോകാൻ തയ്യാറായിട്ടിരിക്കണം? ഓക്കെ. പിന്നെ അമ്മച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ, ഇവരൊന്നും കാണാറില്ല കേട്ടോ, പുതുമുഖങ്ങളുണ്ട് ഇവരൊക്കെ. ഓക്കെ അല്ലേ? സന്തോഷല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ യാത്രകൾ? ട്രാൻസ്പോർട്ടിൽ പോകാൻ വളരെ തൃപ്തിയല്ലേ? ഈ ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് പോകുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി വളരെയധികം മനോഹരമായിട്ട് നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടി ആനുകൂല്യം ചെയ്തിട്ടുണ്ട് അല്ലേ? സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരാണ് കേട്ടോ, ജോലിക്ക് പോകുന്നവരാണ്. മിനി എങ്ങനെയുണ്ട്? ബസ്സാശി കൊടുക്കണ്ടല്ലേ? വളരെ സന്തോഷം. ഇപ്പം നമ്മുടെ അതിരപ്പള്ളി റോഡാണ്. അങ്ങോട്ട് പോകുമ്പോഴും ഒത്തിരി ആൾക്കാരുണ്ട്, ഇങ്ങോട്ട് വരുമ്പോഴും ചാലക്കുടിക്ക് പോകണം ഭാഗമാണ്. അപ്പോൾ അതിരപ്പള്ളിക്കും വളരെയധികം മനോഹരമായിട്ട് ആൾക്കാർ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുന്നുണ്ട്. വൈകിട്ടേട്ടാ, ഈ ബസ്സിൽ സ്ഥിരമായിട്ട് പോകണ്ടല്ലേ? പക്ഷെ സ്ത്രീകൾക്ക് കിട്ടുന്ന ആനുകൂല്യം പുരുഷന്മാർക്ക് ഇല്ല അല്ലേ? സങ്കടം ഉണ്ടോ? സ്ഥിരമായിട്ട് ഈ ബസ്സിൽ കയറാറുണ്ടോ? സ്ഥിരമായിട്ട് പോകാറില്ല, വണ്ടി പണിയായതുകൊണ്ട് ഇപ്പോൾ കയറിയില്ല. സ്ത്രീകൾക്ക് കിട്ടുന്ന ഈ മുൻഗണന നിങ്ങൾക്ക് മാത്രമേ ഉണ്ടോ കിട്ടാൻ? ആഗ്രഹം ഉണ്ട്, എന്നിരുന്നാലും കുഴപ്പമില്ല, ഉള്ളതിൽ സന്തോഷമാണ്. നമ്മുടെ KSRTC ബസ്സിലെ കണ്ടക്ടറാണ് കേട്ടോ. രാജുവേ, എങ്ങനെയുണ്ട് നമ്മുടെ ഈ യാത്ര? ഇപ്പം മുഖ്യമന്ത്രിയുടെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നേരത്തെ പകുതിയുടെ അടുത്ത ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. വണ്ടിയുടെ സീറ്റിങ്ങിന്റെ പകുതി മാത്രമേ ആളുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ സീറ്റിംഗ് കഴിഞ്ഞ് അതിൻ്റെ പകുതി, കപ്പാസിറ്റിയുടെ പകുതിയോളം സ്റ്റാൻഡിങ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. നിലവിൽ ആൾക്കാർ കൂടുതൽ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിത് മുന്നോട്ടേക്ക് യാത്ര പോവും എന്ന ആത്മവിശ്വാസം ഉണ്ടല്ലേ? സർക്കാർ അത് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരും. പുതിയ വിശേഷങ്ങളായിട്ട് നമ്മൾ വരും. ഓക്കെ, ബൈ.